നമ്മൾ അതിലേക്ക് എത്തുമ്പോൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇതൊരു പരിസ്ഥിതി സെഗ്മെന്റ് ആണോ ചോദിച്ചാൽ അതെ, പക്ഷേ ദർശനമാണെന്ന് ചോദിച്ചാൽ അത് കഴിഞ്ഞ ദിവസം മിഥുൻ ചെയ്തതും അതായിരുന്നു, ഒരു എക്സ്പ്ലോറർ തീർത്ഥയാത്രയായിരുന്നു. ഇന്ന് അത് ഉമേഷിന്റെ വകയാണ്. അത് ഇന്നൊരു ഗ്രീൻ തീർത്ഥയാത്ര എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തീർത്ഥയാത്രയിലൂടെ ഹരിതത്തിലേക്ക് ഒരു യാത്രയാണ്. പല തരത്തിൽ ദേവീ ദേവരൂപങ്ങൾ വരയ്ക്കുന്നതും രൂപപ്പെടുത്തുന്നതും കണ്ടിട്ടുണ്ടാവും. എന്നാൽ പത്തനംതിട്ട ആറന്മുള ചെറുപുഴക്കാട് ദേവീക്ഷേത്രത്തിലെ ഭക്തർ കൃഷിയിലൂടെയാണ് ഇഷ്ടദേവന്റെ രൂപം സൃഷ്ടിച്ചത്. എങ്ങനെയെന്നല്ലേ, അത് കാണാം. കനവിലും എന്നിനവിലും നിത്യകർമ്മവേളയിലും കനകദീപ പൊലിമ ചാർത്തി കരുണയേ ഗണമേ അടിയനാശ്രയമേക ദൈവം ഹൃദയമിതിൽ വാഴും അടിയനാശ്രയമേക ദൈവം ഹൃദയമിതിൽ വാഴും അഖിലാണ്ടേശ്വരനയ്യനയ്യൻ ശരണമയ്യപ്പ. ചിന്മുദ്രാങ്കിതനായ അയ്യപ്പൻ. ഇടയാറന്മുള ചെറുപുഴക്കാട് ദേവീക്ഷേത്രത്തിന്റെ പാടത്താണ് ഈ അയ്യപ്പ രൂപം. വെറുതെ അങ്ങനെ വരച്ചിട്ടതല്ല, ഇതിനു പിന്നിൽ വലിയൊരു ശ്രമമുണ്ട്. ശബരിമലയിലെ നിറപുത്തരി ആഘോഷങ്ങൾക്ക് നെൽക്കതിർ കൊണ്ടുപോകാനായാണ് ഈ പാടത്ത് കൃഷി ആരംഭിച്ചത്. വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന ചെറുപുഴക്കാട് ദേവീക്ഷേത്ര ഭരണസമിതിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ആ ശ്രമമാണ് ഈ കാണുന്ന നെൽക്കതിരിൽ വിരിഞ്ഞ അയ്യപ്പ രൂപം. നെല്ല് വിതയ്ക്കുന്നതിന് മുൻപ് തന്നെ പാടത്ത് അയ്യപ്പ രൂപം വരച്ചിരുന്നു. അതിന് നിറം നൽകാൻ വ്യത്യസ്ത ഇനം നെല്ലുകൾ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും വിദേശത്ത് നിന്നും എത്തിച്ചു. നമ്മുടെ ഈ ക്ഷേത്രഭൂമിയിൽ നിന്ന് രണ്ടാമത്തെ തവണയാണ് നിറപുത്തരിയുമായിട്ട് ശബരിമലയിലേക്ക് പാനൊരുങ്ങുന്നത്. നമ്മളിപ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള 5 ഇനം വിത്തുകളാണ് ഇട്ടിരിക്കുന്നത്. ഓരോ പ്രാവശ്യവും പുതിയ പുതിയ വെറൈറ്റികൾ ഇടുക എന്നുള്ളതാണ് ഒരു പ്രധാന ഘടകം. വിത്തിറക്കുന്നതിന് മുൻപുള്ള ജോലികൾ തുടങ്ങിയപ്പോൾ മുതൽ അതിന്റെ ഭാഗമായി എല്ലാവരും വ്രതശുദ്ധിയോടെയാണ് പാടത്തിറങ്ങിയത്. കഴിഞ്ഞ വിഷുവിന് നെല്ല് വിതച്ചു. നമ്മുടെ ഒരു പാടിയാർട്ട് ഞാനിവിടെ ചെയ്തിട്ടുണ്ട് അയ്യപ്പൻ്റെ രൂപത്തിൽ. അത് ഒരു ചിത്രകാരനെ ഞാൻ റെഡിയാക്കിക്കൊണ്ട് വന്ന് വ്രതമെടുപ്പിച്ചാണ് ഇത് ചിത്രം വരപ്പിച്ചിരിക്കുന്നത്. അത് ഗുജറാത്തിൽ നിന്നുള്ള നാസർബത്ത് ഇനത്തിൽപ്പെട്ട നെൽവിത്താണ്. അതുപോലെ തന്നെ ജപ്പാൻ വയലറ്റ്, AST എന്ന് പറഞ്ഞുള്ള അംബാസമുദ്രം തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചരി ഇനത്തിൽപ്പെട്ടത്, പഴയ നാടൻ വിത്തായ രക്തശാലി, മനുരത്ന എന്നീ 5 ഇനം വിത്തുകളാണ് ഇവിടെ നെൽകൃഷി ചെയ്തിട്ടുള്ളത്. ഗുജറാത്തിലെ കാർഷിക യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നാസർബാദ്, തമിഴ്നാട്ടിലെ അംബാസമുദ്രം കാർഷിക യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പച്ചരി ഇനത്തിൽപ്പെട്ട AST, ജപ്പാനിൽ നിന്നുള്ള ജപ്പാൻ വയലറ്റ്, രക്തശാലി, മനുരത്ന എന്നിവ ഒരേ സമയം പാകമായി കതിരിട്ട് തുടങ്ങി. ജപ്പാനിൽ നിന്നുള്ള നെല്ലിനത്തിനു വേണ്ടിയാണ് അല്പം ബുദ്ധിമുട്ടിയത്. എല്ലാ വർഷവും അയ്യപ്പൻ നിറപുത്തരിക്കായി ഈ പാടത്ത് നെൽവിത്തുകൾ വിതയ്ക്കാറുണ്ട്. 1990 നമ്പർ NSS കരയോഗത്തിന്റെ കീഴിലാണ് ഈ ക്ഷേത്രഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രഭൂമിയിൽ നിന്ന് എല്ലാ കൊല്ലവും നിറപ്പുത്തരി കൊണ്ടുപോകാനുള്ള തീരുമാനമാണ് NSS കരയോഗവും ക്ഷേത്ര സമിതിയും എടുത്തിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിൽ നിന്ന് വിവിധതരം വിത്തുകൾ ഭാഗം ചെയ്ത് എല്ലാ കൊല്ലവും കൊണ്ടുപോകാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അഖിൽ എന്ന കലാകാരനാണ് വിത്ത് വിതയ്ക്കേണ്ട സ്ഥലങ്ങൾ വരച്ച് അടയാളപ്പെടുത്തിയത്. NSS കരയോഗത്തിന്റെ ഉടമസ്ഥതയിലുള്ള ചെറുപുഴക്കാട് ദേവീക്ഷേത്ര ഭൂമിയിലാണ് ഈ വിസ്മയം ഒരുക്കിയിട്ടുള്ളത്. നെൽകൃഷിയിൽ നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ പ്രമുഖ നെൽകർഷകൻ ഉത്തമനാണ് കൃഷിയുടെ മേൽനോട്ടം വഹിക്കുന്നത്. ജനം, പത്തനംതിട്ട.